ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ശില്പ. അപ്പോൾ എല്ലാവർക്കും ശിലസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നാളികേരവും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പടയുടെ റെസിപ്പി നോക്കാം കേട്ടോ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഗോതമ്പടയ്ക്ക് വേണ്ടിയിട്ട് നാളികേരം അതുപോലെ തന്നെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര ഇതുപോലെ കത്തി വെച്ചിട്ട് ഇതുപോലെ നരിഞ്ഞെടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി അതിലോട്ട് 2 ഏലക്കായ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 1/2 സ്പൂണോളം ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തായാലും വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം അടയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ അതൊക്കെ റയറാണ്, ഇപ്പോൾ കുറവാണ്. ഈ അട നമ്മൾ ഗോതമ്പ് വെച്ചിട്ടും ചെയ്യും, അതേപോലെ തന്നെ അരി വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാറുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഗോതമ്പ് വെച്ചിട്ട് ചെയ്യണത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിന്ന് ഗോതമ്പ് വെച്ചിട്ടുള്ള അട കാണിക്കുന്നത്. അപ്പോൾ ഇത് അരിപ്പൊടി വെച്ചിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അത് ഞാനിപ്പോൾ ഇന്ന് എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 അടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗോതമ്പ് പൊടി, ഒരു ഏകദേശം ഒരു ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കട്ടിയുള്ളൊരു മാവ് അല്ല നമുക്ക് വേണ്ടത്. ചപ്പാത്തിനേക്കാളൊക്കെ ലൂസായിട്ട് ഇതേപോലെ ഈ ഒരു പരുവത്തിൽ ഉള്ള മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒരു ബോൾ എടുത്ത് ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ ഇല കട്ട് ചെയ്തതിന് ശേഷം അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് വെള്ളം തൊട്ടിട്ട് ഇതുപോലെ അതൊന്ന് പരത്തി കൊടുക്കുക. നൈസായിട്ട് നമുക്ക് മാക്സിമം നൈസായിട്ട് വേണമെങ്കിൽ ആ രീതിക്ക് പരത്താം. അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി കട്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പരത്താം. എനിക്ക് ഇച്ചിരി കട്ടിയുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ആ ഒരു രീതിക്ക് ഇതിങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ശർക്കര മിക്സ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ഒരു മിക്സ് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും അട ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതല്ലേ, എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. ഇനി ഞാനിപ്പോൾ ഇഡ്ഡലി തട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെള്ളമൊഴിച്ച് അത് ചൂടായിട്ട് വരുമ്പോൾ ഇങ്ങനെ അട അതിലോട്ട് എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ 2 എണ്ണമാണ് ഒരു തട്ടിൽ വെക്കുന്നത്. ഇനി അടുത്ത തട്ടിലേക്ക് നമുക്ക് 3 എണ്ണമാണ് ടോട്ടൽ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ബാക്കി 1 എണ്ണം കൂടെ ആ തട്ടിലോട്ട് വെച്ച് ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് അട റെഡി ആയിട്ട് കിട്ടും. നല്ല ആവിയൊക്കെ പോകുന്നുണ്ട്, റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്ത താഴത്തെ തട്ടിലും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്താ കണ്ടോ, നല്ല ആവി വറക്കണം, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ശർക്കര നാളികേരം അട. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാൻ എല്ലാവർക്കും ബൈ.